ഭാഷ ഒരു കൾച്ചറാണ്. ആ രാജ്യത്തെ ജനങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, പ്രാർത്ഥനകളുടെ വാക്കുകളില്ലാതെ ഒന്നും സംസാരിക്കാറില്ല. ഒരു പയ്യൻ ഒരു അറബിയെ കുത്തിക്കൊന്നു, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ വധശിക്ഷയ്ക്ക് വിടുന്നു. അന്ന് അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും അവരുടെ സ്പോൺസേഴ്സിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ള അവസരം ഉണ്ടാവുകയും അത് ജനങ്ങളോടും ഗവൺമെൻറ്റിനോടും മിങ്കിളാവാൻ സാധിച്ചു. നമ്മുടെ ആളുകൾക്കൊക്കെ നല്ല സ്കില്ലുണ്ട്, ഏതിലും സ്കില്ലുണ്ട്. പക്ഷെ നാവിലൂടെയാണല്ലോ ആ സംസ്കാരം പുറത്തു വരേണ്ടത്. ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ എന്താ പറയാ രൂപത്തിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയിലൂടെയാണ്. കറക്റ്റ്. അത്തരമൊരു പ്രമാദമായ കേസിൽ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ നിർവഹിച്ച പങ്ക് എന്ന് പറയുന്നത് ഭാഷയാണ്. ഭാഷയാണ്. അതല്ല, ഞാൻ ലോയറല്ല, ഞാൻ നിയമം പഠിച്ച ആളല്ല. അതേ സ്ഥാനത്ത് അവരിൽ അത് നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ എന്തിലും ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഭാഷയുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നതി. സർ, ഇംഗ്ലീഷിലൊരു ഫേമസ് കോട്ട് ഉണ്ട്. എന്താണ്? അതിങ്ങനെയാണ് പറയുന്നത്: എ ഡ്രീം ഡസൻ ബിക്കം റിയാലിറ്റി, ഇറ്റ് ടേക്സ് സ്വെറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അതായത് ഒരു സ്വപ്നം ഒരിക്കലും മായാജാല വിദ്യകളിലൂടെയൊന്നും യാഥാർത്ഥ്യം കൈവരിക്കില്ല. അതിന് നമ്മൾ വിയർപ്പൊഴുക്കണം, നമ്മുടെ മനസ്സിലൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം, നമ്മളതിനു വേണ്ടി കഠിനമായി അധ്വാനിക്കണം. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പടുത്തുയർത്തിയൊരു വലിയ പ്രസ്ഥാനമാണ് ഇന്ന് നമ്മൾ കാണുന്ന അറബിക് യൂണിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ കപ്പിത്താനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് കാണാനായിട്ട് സാധിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, ഹിന്ദി പഠിപ്പിക്കുന്ന. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അറബിക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ഉരുത്തിരിയാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു സാറിന്? സത്യം പറഞ്ഞാൽ വിദേശ രാജ്യത്ത് അഥവാ അറേബ്യൻ ഗൾഫിലെ സൗദി അറേബ്യയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു 25 കൊല്ലത്തിലധികം ചിലവിട്ടത് വളരെ ചെറുപ്പത്തിൽ. അവിടെ ചെന്ന കാലഘട്ടം, അതായത് 95-97 കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായി കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന ആളുകൾ അറബികളോട് സംസാരിക്കുന്നത് ഒരു കൾച്ചറില്ലാത്തൊരു ഭാഷയാണ്. നിങ്ങൾക്കറിയാം, ലോക ഹിയ സഖാഫാണ് അവരെപ്പോഴും പറയും. ഭാഷ ഒരു കൾച്ചറാണ്. ആ രാജ്യത്തെ ജനങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, പ്രാർത്ഥനകളുടെ വാക്കുകളില്ലാതെ ഒന്നും സംസാരിക്കാറില്ല. അതൊന്നും അറിയാതെ കൃത്യതയില്ലാത്ത ഒരു സംസാരമാണ് നമ്മുടെ ആളുകൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അറബി അറിയുന്നവർ പോലും എന്നെ വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് അറബി കോളേജിലൊക്കെ പഠിച്ചെങ്കിലും എന്നെപ്പോലത്തെ ആളുകൾ പലരുണ്ട്. പക്ഷേ ഞാൻ അന്നേ ഭാഷയിൽ കമ്മ്യൂണിക്കേഷനിൽ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൽ വന്ന ആദ്യ ദിവസം അറബികളോട് എൻ്റെ കമ്പനിയുടെ ആവശ്യത്തിന് ഞാൻ എൻ്റെ ആളുകൾക്ക് വേണ്ടി ഫസ്റ്റ് ദിവസം സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. അതിലൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചത്, എന്തേ ഈ ആളുകളുടെ ഒരു കൃത്യതയില്ലാത്ത, ആളുകളെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു തരം സംസാരം. അപ്പം അതുകൊണ്ടാണ് ഒരു മിംഗ്ലിംഗ് ഇല്ലാതെ നമ്മൾ ഒരു പാർശ്വവൽക്കപ്പെടുകയാണ്. അതായത് അത് ബംഗാളി, അത് ഹിന്ദി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മാറ്റം വരുത്തണം. സംസ്കാരമുള്ളൊരു ഭാഷ, കൾച്ചറുള്ള ഒരു ഭാഷ നമ്മുടെ ആളുകൾക്ക് പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവർ കൂടി ഇത് പഠിച്ചിരുന്നാൽ എന്തുമാത്രം ഉയർച്ചയിലും പിന്നെ ജീവിതത്തിലെ വലിയ ജോലി സാധ്യതയിൽ എത്തുമെന്ന് വല്ലാത്തൊരു ആഗ്രഹമാണ്. അന്നാണ് സത്യം പറഞ്ഞാൽ ഇത് മുളപൊട്ടുന്നത്, ഇത് തുടങ്ങുന്നത്, മനസ്സിലേക്ക് ഇത് കയറുന്നത്. ഇത്തരം ഒരു പ്ലാറ്റ്ഫോം തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ആദ്യമായി ഉദിക്കുന്നത് ആ സമയത്താണ്. ഓക്കെ, നമ്മൾ സാർ പറഞ്ഞ പോലെ, ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പോലെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി വന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും അധ്വാനിച്ചു, അത്രയും കഷ്ടപ്പെട്ടു, എവിടെയും ഇല്ലാതിരുന്നൊരു പ്രസ്ഥാനത്തെ നമ്മൾ പടുത്തുയർത്തി കൊണ്ടുവന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ വെറും പ്രാരംഭഘട്ടത്തിൽ സാറിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടായിട്ടുണ്ട്, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ജീവിതമാണ്. ദൈവനിയോഗം എന്നോണം എനിക്കുണ്ടായ ഒരു ട്രെയിനിങ്ങും എൻ്റെ ഒരു ജീവിതമായിരുന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ടാണ് ഗൾഫിലെത്തുന്നത്. സാമ്പത്തിക പരാധീനതയിലാണ് എത്തുന്നത്. ആ കാലഘട്ടത്ത് പിന്നെ ആളുകളുടെ ഒരു 390 റിയാൽ ശമ്പളമാണ് അന്നുള്ളത്. ആ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോഴും
ആളുകളുടെ പ്രയാസം, അവരുടെ ബുദ്ധിമുട്ട്, അതിലൊക്കെ ഞാൻ എന്താക്കും, എൻ്റെ ഭാഷ അറിയുന്നതുകൊണ്ട് ഇപ്പോൾ ഹൗസ് മെയ്ഡുമാർ, അതുപോലെ പിന്നെ ഈ മസറയിലും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന അറബികളോടൊപ്പം വീട്ടിൽ ജീവിക്കുന്ന ആളുകളൊക്കെ വന്ന് എന്നെ സമീപിക്കുകയും അന്ന് അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും അവരുടെ സ്പോൺസേഴ്സിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയും അത് ജനങ്ങളോടും ഗവൺമെൻറ്റിനോടും മിങ്കിളാവാൻ എനിക്ക് സാധിച്ചു. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ പ്രമാദമൊരു കേസാണ് അബൂ റാഫി കേസ് എന്ന് പറയും. അത് നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചപ്പോഴും കിട്ടും. ഏകദേശം ഞാനീ പറഞ്ഞ 98 2000 ഒരു തുടക്കത്തിലാണ് ആ സംഭവം ഉള്ളത്. അതിലുണ്ടായ സംഭവം ഇതാണ്. ഒരു പിന്നെ മസറയിൽ മസറ എന്ന് പറയുന്നത് ആട്ടിടയനായിട്ട് ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ഒരു അറബിയെ കുത്തിക്കൊന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ UP-കാരനായ ഒരു പാവപ്പെട്ട ഒരു ചെറിയൊരു കുട്ടിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു. ഈ വിഷയം എന്താണെന്നൊന്ന് പഠിക്കാൻ വേണ്ടി കോടതിയിൽ പോയി. ചെന്നപ്പോഴാണ് ഈ കേസിൻ്റെ ഒരു കൃത്യത എനിക്ക് കിട്ടിയത്. ഈ കുട്ടിയെ അനാവശ്യമായി ചിലത് ചെയ്യാൻ വന്ന ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഇയാൾ എന്താക്കിയിരുന്നത്. ആ ഒരു മൽപ്പിടുത്തത്തിൽ ഈ പൗരൻ കൊല്ലപ്പെട്ടതാണ്. അതറിയാൻ സാധിച്ചു. അങ്ങനെ അതിന് എംബസിയുടെ സപ്പോർട്ടോടു കൂടെ ഞാൻ തന്നെ എന്ത് ചെയ്തു, മുൻകൈ എടുത്തൊരു അപ്പീൽ കൊടുപ്പിച്ചു. ആ അപ്പീലിൻ്റെ മേൽ വിധി വന്നു. അപ്പോഴും അദ്ദേഹത്തിന് എന്തായി, വീണ്ടും വധശിക്ഷ വന്നു. പക്ഷെ ഞങ്ങൾ വിട്ടില്ല. അന്ന് എനിക്ക് വല്ലാത്ത ഒരു സപ്പോർട്ട് ചെയ്തത് കൗൺസിലേറ്റിലെ വെൽഫെയർ കൗൺസിലറായിരുന്നു PP വിജയൻ സാർ. എന്നതൊക്കെ റിട്ടയർഡ് ആയിട്ടിരുന്ന എൻ്റെ അറിവ്. അദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടെ എന്നെ ഔദ്യോഗികമായി ഇന്ത്യൻ കൗൺസിലേറ്റിലെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ചുമതല ഏൽപ്പിച്ച് കേസ് നോക്കാൻ വേണ്ടി 4 വർഷത്തെ വിവിധങ്ങളായ സിറ്റിങ്ങുകളും വിവിധങ്ങളായ കേസിൻ്റെ ഡീലിങ്സിലും അൽഹംദുലില്ലാഹ് മുഴുവനും പങ്കെടുക്കാൻ സാധിച്ചു. അവസാനം നിരുപാധികം ഇദ്ദേഹത്തെ ജയിൽ മോചിതനായി ഇദ്ദേഹത്തെ വിട്ടയച്ചു. അത് വാൾമുനയിൽ നിന്ന്, അങ്ങനെ പറയാമല്ലോ, വാൾത്തലപ്പിൽ നിന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ 3 ദിവസം ബാക്കിയുണ്ടാകുമ്പോഴാണ് അവസാനത്തെ അപ്പീൽ, 3ാമത്തെ അപ്പീൽ വീണ്ടും കൊടുക്കുന്നത്. അതിനാണ് അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് വീണ്ടും പഠിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരുപാധികമായും സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യം വന്നു. അപ്പോഴേക്കെന്താണ്, ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ തെളിവെടുപ്പും ഒക്കെ പൂർത്തിയായിരുന്നു. അതാണ് അദ്ദേഹത്തിന് മോചിതനാകാൻ കാരണം. അതെൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് സത്യം പറഞ്ഞാൽ. അത്തരം ഒരു പ്രമാദമായ കേസിൽ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ നിർവഹിച്ച പങ്ക് എന്ന് പറയുന്നത് ഭാഷയാണ്. അതെ, ഭാഷയാണ്. അതല്ല, ഞാൻ ലോയറല്ല, ഞാനൊരു നിയമം പഠിച്ച ആളല്ല. അതേ സ്ഥാനത്ത് അവരിൽ അത് നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ എന്തിലും ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഭാഷയുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നതിയിലെത്തും. നമ്മുടെ ആളുകൾക്കൊക്കെ നല്ല സ്കില്ലുണ്ട്, ഏതിലും സ്കില്ലുണ്ട്. പക്ഷെ നാവിലൂടെയാണല്ലോ ആ സംസ്കാരം പുറത്തു വരേണ്ടത്. നമ്മളൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക രൂപത്തിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയിലും. കറക്റ്റ്. അത് ഈവൻ ബോഡി ലാംഗ്വേജ് പോലും എന്തുണ്ട്, അറബികളുടേത് വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ഒന്നാണ്. മാത്രമല്ല പ്രത്യേകിച്ച് അറബികൾ. അപ്പോൾ ചുരുക്കത്തിൽ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. അറബികളോടൊപ്പം അവരുടെ കൂടെ പിന്നീട് പലപ്പോഴും ലേബർ കോടതികളിൽ, അതേപോലെ ജവാസാത്തിൽ, പോലീസ് സ്റ്റേഷനിൽ, ഇവിടെയൊക്കെ ഔദ്യോഗികമായി പോകാനുള്ള പേപ്പർ കിട്ടുകയും പിന്നീട് അബൂ റാഫി കേസിൻ്റെ തുടക്കമാണ്. പിന്നീട് സെൻമോൻ വധക്കേസ് എന്ന് പറയുന്ന പ്രമാദമായ കേസ്, കേരളവുമായി ബേസ് ചെയ്തൊരു കേസാണ്. ഇവിടുത്തെ എല്ലാ പത്രങ്ങളും 2000 മുതൽ 2010 വരെയുള്ള കാലത്ത് നിറഞ്ഞു നിന്ന ഒരു വലിയൊരു പ്രമാദമായ കേസാണ്. ആ കേസിൻ്റെ ഔദ്യോഗിക ട്രാൻസ്ലേറ്ററായിരുന്നു ഞാൻ. അന്ന് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേറ്ററായി വന്നതോടുകൂടെ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതവും ഇതിൽ ഉണ്ടായി. മാത്രമല്ല എനിക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലും, എല്ലാ കോടതിയിലും, എല്ലാ ജയിലുകളിലും നേരിട്ട് ചെല്ലാനും അവരുടെ വിഷയങ്ങൾ പഠിക്കുവാനുമുള്ള അവസരം ഉണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ ഒരു ഫീസും വാങ്ങാതെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും അവരോടൊപ്പം ജീവിക്കാനും സാധിച്ചു എന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ദൈവം കനിഞ്ഞൽകിയ, നമ്മൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്തൂലല്ലോ. അപ്പോൾ ജീവിതത്തിലെ പടിപടിയായി ഒരു ഭാഷ കൊണ്ട് നേടിയെടുക്കേണ്ട കഴിവുകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് കൊടുക്കണമെന്ന അങ്ങേയറ്റത്തെ ഉത്കടമായ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഒരു അക്കാഡമി എന്ന് പറയുന്നത്. അക്കാഡമിയെ മാത്രം ചിന്തിച്ചല്ല. കാരണം ലുഗ ഹിയ സഖാഫ ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് അഹമ്മ മഖാസിദൽ ലുഗ അച്ചവാസിൽ.
ഏതൊരു ഭാഷയുടെയും അടിസ്ഥാന ലക്ഷ്യം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം മാഡത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ എന്തല്ല കമ്മ്യൂണിക്കേഷൻ അറിയില്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതിരുന്നാൽ അവർക്കത് അറിയില്ല എന്ന് പറയും. അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയും, അതല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അത് ബിൽഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ എന്നാണ് പറയുന്നത്. അതെ, അതൊരു ചാവിയാണ് എല്ലാത്തിൻ്റെയും. അതുകൊണ്ട് അതിനു വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം. നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ലാഭം ആഗ്രഹിക്കാതെ ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഡ്രീമുകൾ നമ്മുടെ പിന്നാലെ നമ്മെ തേടിയെത്തുമെന്നാണ്. ഇത്രയും സമയം കൊണ്ട് സാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, മറ്റ് എന്താ പറയുക ബിസിനസ്മാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സംരംഭകരെ ഒന്നും പോലെ ഒരു കച്ചവട മനോഭാവത്തോടു കൂടി ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും അല്ലെങ്കിൽ ദുരിതങ്ങളുടെയൊക്കെ ഒടുവിൽ ഇതിൻ്റെ ഒരു ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ അനുഭവിച്ച പോലുള്ള ദുരിതങ്ങൾ ഇനിയുള്ളവർ അനുഭവിക്കാതിരിക്കട്ടെ. എനിക്ക് അനുഭവം, അതായത് കൈകൾക്ക് വിലങ്ങ് വെച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുമ്പോൾ ദൈവമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭാഷയിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. ഞാൻ പലപ്പോഴും അവനോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ട്രാൻസ്ലേറ്റർ ആയിരിക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ ഭാഷ പഠിച്ചുകൊണ്ട് പോവുക എന്നത് തന്നെയാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു ഡ്രീം, ഒരു സ്വപ്നം. അതിൻ്റെ പുലർച്ചെയാണ് സത്യം പറഞ്ഞാൽ അറബിക് യൂണിയൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്നുണ്ടായിരിക്കുന്നത്.